ഫോണൊക്കെ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ഗോതമ്പൊക്കെ എടുത്ത് വെച്ചതുണ്ട്. ഇനി അതൊക്കെ ചേറി പൊറുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ നിജു ബേബി നേരെ മടിയിൽ അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. പിന്നെ ഓന് സമ്മതിക്കണില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തെ റൂമിലെ അമ്മമ്മ അത് കണ്ടിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ വന്നത് എൻ്റെ കയ്യിൽ നിന്ന് മുറും ഇതൊക്കെ കൊണ്ടുപോയിട്ട് അമ്മമ്മ എന്നെ പൊറുക്കി നന്നാക്കി ചേറി പൊറുക്കി തരികയാണ് കേട്ടോ. അപ്പം അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ചെയ്തു തന്നു. പിന്നെ ഗോതമ്പ് ഞാൻ കുത്തിക്കാൻ വേണ്ടി കൊടുത്തയച്ച്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ എണീറ്റ് നല്ലൊരു കടുപ്പത്തിൽ ചായ ഇട്ടു. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ചമ്മന്തിയാണ് ഇന്ന് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. കുറച്ചധികം മല്ലിച്ചപ്പും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും സുറുക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ ചമ്മന്തി വേഗം മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറുക്കും ചപ്പാത്തിക്കും പത്തിരിയല്ല മറ്റേ അപ്പത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ, ഉഴുന്ന് ദോശയ്ക്കൊക്കെ. പിന്നെ ഇതാ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ പത്തിരിൻ്റെ ആ ഒരു തവയാണ് കേട്ടോ വെച്ചത്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലോ, മാവ് 2 ദിവസത്തിന് 2 പാത്രത്തിലാക്കി അരച്ച് വെക്കുന്നത്. അങ്ങനെ അരച്ച് വെച്ചാൽ മാവ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാൻ വേണ്ടി നേരത്തെ തന്നെ പുറത്തിറക്കി വെച്ചു. പിന്നെ അതാ കുട്ടികൾക്ക് കുറച്ച് പരത്തി കട്ടില്ലാത്ത അപ്പമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് അങ്ങനെ ചുടുകയാണ് കേട്ടോ. ചമ്മന്തി ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. ഓൾക്ക് ചുട്ട അപ്പം ഇങ്ങനെ ഓരോന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. നെയ്യില്ല, അല്ലെങ്കിൽ നെയ്യൊന്ന് നമുക്കിങ്ങനെ മേലെ കൂടെ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നെയ്യ് റോസ്റ്റ് ആവും. പിന്നെ ഇതാ നല്ല നെരിവായി കട്ടിയായി കിട്ടണം, അല്ല കട്ടില്ലാതെ നെരിവായി കിട്ടണം മക്കൾക്ക്. അപ്പോൾ ഇതാ അങ്ങനെ കട്ടില്ലാതെ ഓരോന്ന് അങ്ങനെ ചുട്ടെടുത്ത്. അപ്പം എന്താ മദ്രസ ഉണ്ട്, അപ്പം മദ്രസക്ക് പോകുന്നതിന് മുമ്പ് ചായ കൊടുക്കുന്ന നിർബന്ധമല്ല. ഓരങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി ഫുള്ളായിട്ട് അപ്പാക്കിട്ടോ. പിന്നെ നിഷു ബാക്കിൽ ഇറങ്ങണുള്ളൂ. ഇഷുമോൾ ഇതാ മുമ്പൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് പണിക്കാരുണ്ട്, 10 പണിക്കാരുണ്ട്. ഓർക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഇനി അങ്ങോട്ട് ഫുൾ ബിസി. ഞാൻ പോയി വന്നപ്പോൾ ഇതിൻ്റെ ദോശയൊക്കെ വിറം കല്ലിച്ചു. 10 ആളാണല്ലോ പണിക്ക്, എനിക്കാണെങ്കിൽ ഒരു പീരിയഡേ ഉള്ളൂ. അപ്പം ഞാൻ ഫുൾ ഡേ ലീവ് അങ്ങോട്ട് എടുത്തുട്ടോ. പിന്നെ ആദ്യം തന്നെ രാവിലെ അവർക്കൊരു ചായയും കടിയും കൊടുക്കണം. അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തു. ഇന്നിപ്പോൾ കടി ഉണ്ടാക്കിയിട്ടില്ല, ഹോട്ടലിൽ നിന്ന് കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കറി ഇതാ കുമ്പളങ്ങയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്, അതൊന്ന് കിഴങ്ങൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചതും ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. കറിക്കുള്ള മസാലയൊക്കെ സെറ്റായി കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുമ്പളങ്ങ കറി തേങ്ങൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതും കൂടെ വറവിട്ടിട്ടോ. ഉലുവിട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ കറി. ഉലുവയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വറവിട്ടെടുത്തു. അപ്പോൾ തന്നെ ഇതാ പണിക്കാർക്ക് ചോറ് കൊണ്ടുപോകാൻ ടൈമായിട്ടോ. 11:30ക്കാണ് അവർക്ക് ഫുഡ് വേണ്ടത്. അപ്പോൾ 11:30 ആയപ്പോൾ തന്നെ ഇക്കാൻ അവിടുന്ന് പറഞ്ഞേക്കൂട്ടോ. അപ്പം അങ്ങനെ ഇക്ക വന്നു. ഫുഡൊക്കെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് പാത്രത്തിലാക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും 10ഉം 11ഉം ആളുകൾ ഉണ്ടാകും. അപ്പം നമ്മൾ ഹോട്ടലിൽ ഫുഡ് ആക്കിയാൽ നമ്മൾക്ക് മുതലാകൂല. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇക്കതാ ഫുഡൊക്കെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. പുതിയ വ്ലോഗുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.